അതൊരു മുണ്ടാപ്രാണിയല്ലേ, അതിനെന്താ കൊടുത്തുകൊണ്ടാവല്ലോ. ഇപ്പൊ മാത്രം തെത്തും തിന്നാത്ത നല്ല കള്ളത്തേക്കണല്ലോ. എന്നോട് ഞാൻ ഒരു 10,000 വട്ടം പറഞ്ഞാണ് നാടൻ പൂച്ചല്ല, ആ കണ്ണി കണ്ടോ തിന്നൂലെന്ന്. ഇപ്പൊ ജുമാനത്ത് തിന്നില്ല, കഴിഞ്ഞ ജുമാന്റെ മുന്നേ തിന്നാളെ. എന്താ തിന്നാവുന്നുണ്ട്? ഇതിന്റെ പറഞ്ഞാളോന്നായി അതിന് കേക്കൊടുത്തു. അതെന്താ മനസ്സിലാ? പിന്നെ പൂച്ച ഐറ്റങ്ങളെ തീറ്റുണ്ട് എന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ. എന്തൊക്കെ കൊടുത്തു കൊടുത്തു. അപ്പൊ അതിന്റെ പള്ള ഇങ്ങനെ പൊന്തി വരാ. അതിന് ഞാൻ നാരത്തോടെയും വാങ്ങി കൊടുത്തു. അപ്പൊ എന്നോട് പറയാം ബുദ്ധിജനക്ക് മതി മതി എന്നാ പറയേണ്ടത്. എന്നിട്ട് എത്താൻ പറ്റിക്കണേ? അതിനകത്ത് ഒന്നും കൊണ്ടുവരില്ല തിന്നില്ല. ഇങ്ങോട്ട് കെട്ടിക്കണേ. അതിനോട് നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ തന്നെ കൊണ്ടുണ്ട്. മോളെ എന്താ പഠിച്ചത് തോന്നുന്നു? അതിന് അച്ചാറും വേണം തോന്നണ്ടേ. തലയാണ് ഓർന്ന് ആവടാ. ചില കാണിച്ചൊരു ആസ്പത്രി ഉണ്ട്, അത് എവിടെയെന്നുള്ള ആ റാസിമിനെ അറിയോ? അവനോടൊന്ന് ചോദിച്ചോക്കട്ടെ ഞാൻ. ആ റാസിമേ എന്താ കോയക്ക? ഞാനേ ആ കുഞ്ഞാപ്പ് എന്റെ ആ പൂച്ചക്ക് എന്തൊക്കെ കൊടുത്താണ് ഇപ്പൊ തിന്നു. എന്താടാ ഇങ്ങോട്ട് നോക്കിന്ന് ചെരങ്ങല്ല, എനിക്ക് വിസ വന്നു. വിസ വന്നിട്ട് കാര്യം എനിക്ക് അതിന് അറബി അറിയും. ഇവിടെ ചങ്ങായി അറബിയാൾ നാട്ടിൽ വന്നാൽ ഇന്നലെ തർജ്ജമ ചെയ്യാൻ കൊണ്ടുപോയി. ഇപ്പച്ചെന്ന് പറഞ്ഞ ആരങ്ങളൊക്കെ വിചാരം അറബിയൊക്കെ മണി 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 പോലെ പറയും. ഇപ്പച്ചയായി വാലേക്കും സലാം. അറബി ഇപ്പച്ചേ അറബിയാണ്. വെരി വെരി അഡ്രസ് അഡ്രസ് അപ്പൊ ശരിയാക്കി തരും. ഇപ്പച്ചേ അറബി ഒന്ന് ചെല്ലിയൊന്നേ. അഡ്രസ് അബ്ദുൽ അസീസ്. റബ്ബേ പെട്ടോ. നിങ്ങൾക്കല്ല അറബി അറിയാതെ നിങ്ങളല്ലേ തർജ്ജമൊക്കെ ചെയ്യലേ. പറഞ്ഞു കൊടുക്കേ. അറബി അല്ലേ? അഡ്രസ് അല്ലേ? അതാ അഡ്രസ് അല്ലേ? വജ്ജല്ലേ? പറഞ്ഞോളാം. ഇന്നാലിന്നായി വൈനായിലേഹി റാജിഊൻ. അറബി അറിഞ്ഞ എത്ര ഉള്ളൂ? പര പര ആ എന്താ ലാസ്റ്റ് മൂപ്പര് ഹൈവാൻ എന്തോ പറഞ്ഞു പോയത്. നേരം പോയാ പിന്നെ ഹൈവേക്ക് ചാടാന്നാ പറഞ്ഞത്. അതെ. ആ